ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. വിജയ് നായകനാക്കി വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത് തളപതി വിജയോടൊപ്പം വൻ താരനിര ഭാഗമായ തമിഴ് സിനിമയാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഗോകുലം മൂവീസ് റെക്കോർഡ് തുകയ്ക്ക് കേരളത്തിലേക്ക് വിജയ് ചിത്രം കൊണ്ടുവരുന്നു. ഗോട്ട് എന്ന സിനിമ വൻ തുകയ്ക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, റെക്കോർഡ് സ്ക്രീനുകളിൽ ആദ്യ ദിവസം മുതൽ തിയേറ്ററുകളിൽ ഓണക്കാലത്ത് ഓടിക്കുന്നു തുടങ്ങിയ വാർത്തകളെല്ലാം തന്നെ കേട്ടപ്പോൾ വലിയ ആവേശമായിരുന്നല്ലോ ഗോട്ട് എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എല്ലാം തന്നെ ഒരുപാട് പ്രേക്ഷകർക്ക് അറിയാനായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഗോട്ടിന്റെ ഫൈനൽ കേരള കളക്ഷൻ ഇന്ന് പുറത്തു വരുമ്പോൾ വിജയുടെ കേരളത്തിലെ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത ലിയോയുടെ പകുതി കളക്ഷൻ പോലും ഗോട്ട് എന്ന സിനിമയ്ക്കില്ല എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. 13,40,00,000 രൂപയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ കേരള ഫൈനൽ കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ 400 കോടി കടന്ന സിനിമയ്ക്ക് കേരളത്തിൽ ബ്രേക്ക് ഇവൻ ആകാനായിട്ട് 40 കോടിയിലധികം കളക്ഷൻ നേടിയെടുക്കണമായിരുന്നു. അപ്പോൾ കേരളത്തിൽ സിനിമ വലിയ ഡിസാസ്റ്ററായി മാറിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. സിനിമ ഏകദേശം 12 കോടിയിലേറെ നഷ്ടം ഗോകുല മൂവീസിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 17 കോടി രൂപയ്ക്കായിരുന്നു ഗോട്ട് കേരളത്തിൽ വിതരണത്തിനായിട്ട് ഗോകുല മൂവീസ് സ്വന്തമാക്കിയത്. ഇതിനു മുന്നേ 2.0 എന്ന സിനിമയാണ് തമിഴ് സിനിമകളിൽ കേരളത്തിൽ വലിയ നഷ്ടമുണ്ടാക്കിയ സിനിമ. ഇപ്പോഴത്തെ 2.0 എന്ന സിനിമയേക്കാൾ ഒരുപാട് മടങ്ങ് വൻ നഷ്ടമുണ്ടാക്കുന്ന സിനിമയായിട്ട് ഗോട്ട് മാറിയിരിക്കുകയാണ്. കൂടാതെ ഒരു അന്യഭാഷാ സിനിമയുടെ കേരളത്തിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കുന്ന സിനിമയായിട്ടും ഗോട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ സിനിമയെക്കുറിച്ച് ഡിസാസ്റ്റർ റിപ്പോർട്ടെല്ലാം തന്നെ കേരളത്തിൽ നിന്ന് വരുമ്പോൾ ഇനി നാം ഉറ്റുനോക്കുന്നത് വിജയുടെ അടുത്ത സിനിമ കേരളത്തിൽ എത്ര കോടി രൂപയ്ക്ക് കൊണ്ടുവരും എന്നൊക്കെ അറിയാനായിട്ടാണ്. ഗോകുല മൂവീസ് തന്നെ അടുത്ത സിനിമയും സ്വന്തമാക്കാൻ തന്നെ ശ്രമം നടത്തുകയുള്ളൂ. അപ്പോൾ കാത്തിരിക്കൂ ആ റിപ്പോർട്ടുകൾ ഭാവിയിൽ അറിയാനായിട്ട്. ഇതിനിടയിൽ വാരിസ് എന്ന കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ തുടക്കത്തിൽ റിലീസ് ചെയ്ത വിജയ് ചിത്രത്തിന്റെ ഫൈനൽ കേരള കളക്ഷൻ പോലും ഗോട്ടിന് മറികടക്കാനായിട്ട് കഴിഞ്ഞില്ല. 13,90,00,000 വാരിസിന്റെ ഫൈനൽ കേരള ഗ്രോസ്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഓൾ ടൈം ഡിസാസ്റ്റർ ആയിട്ട് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മാറിയിരിക്കുകയാണ്. ഇനി നാം ഉറ്റുനോക്കുന്നത് സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ ആണ്. അടുത്ത ദിവസങ്ങളിൽ സിനിമയുടെ ഫൈനൽ റിപ്പോർട്ട് വരും, അറിയാനായിട്ട് കാത്തിരിക്കൂ. ഗോട്ടിന് ശേഷം കേരളത്തിൽ ഉൾപ്പെടെ റിലീസ് ചെയ്ത അടുത്ത പ്രധാനപ്പെട്ട തമിഴ് സിനിമയായിരുന്നു കാർത്തി നായകനെത്തിയ മെയ്യഴകൻ. ഇന്നലെയായിരുന്നു സിനിമ റിലീസ് ചെയ്തത്. കാർത്തി ഒപ്പം തന്നെ അരവിന്ദ് സ്വാമി തുടങ്ങിയവർ അഭിനയിച്ച സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തെങ്കിലും ആദ്യ ദിവസം ഇന്നലെ പ്രതീക്ഷിച്ച പോലെ തന്നെ അത്ര മികച്ച തുടക്കമല്ല സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 2,80,00,000 വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 4 കോടിയുമാണ് ഈ കാർത്തി സിനിമയുടെ FT കളക്ഷൻ. കേരളത്തിൽ 13 ലക്ഷത്തോളം രൂപ ഗ്രോസ് കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുത്ത സിനിമ കേരളത്തിലും നല്ല തുടക്കമല്ല നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ മെയ്യഴകൻ എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.